ആലഞ്ചേരി ടെസ്ല മൊബൈൽസിൽ സെക്കൻഡ് മൊബൈൽ ഫോൺ മേള. കേടായ മൊബൈൽ ഫോണുകൾ നൽകൂ, നേടൂ മൊബൈൽ ഫോൺ ആക്സസറീസ്. പുതിയ ഫോണുകൾക്ക് ആകർഷകമായ ഓഫർ. എവർക്കും ഓണാശംസകൾ. കാട്ടുപോത്താക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട കുളത്തൂപ്പുഴയിൽ പിന്നീട് നടന്നത് വമ്പൻ പ്രഖ്യാപനങ്ങളും പ്രതിഷേധങ്ങളും. എന്നാൽ ബഷീർ എന്ന വയോധികൻ കാട്ടുപോത്താക്രമണത്തിൽ കൊല്ലപ്പെട്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകളെ വനത്തിലേക്ക് തുരത്തുമെന്നും സൗരോർജ്ജ വേലികൾ വേഗത്തിൽ സ്ഥാപിക്കുമെന്നതടക്കം വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ നൽകിയ വാക്കുകളെല്ലാം പാഴ്വാക്കായി മാറി എന്നതിന്റെ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. കുളത്തൂപ്പുഴ പട്ടണത്തോട് ചേർന്നുള്ള 16 ഏക്കറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പട്ടാപ്പകൽ വീട്ടിലേക്ക് വാഹനം കയറ്റുന്നതിനിടെ മാധ്യമ പ്രവർത്തകനായ ജെറിൻ ജെയിംസ് വീടിന്റെ വശത്തേക്ക് നോക്കിയപ്പോൾ കാണുന്നത് തൊട്ടടുത്ത മതിലിനോട് ചേർന്ന കൂറ്റൻ കാട്ടുപോത്തുകൾ. ഉടൻ തന്നെ ബഹളം വെച്ചും നാട്ടുകാരെ കൂട്ടിയും കാട്ടുപോത്തുകളെ താൽക്കാലികമായി സമീപത്തെ വനത്തിലേക്ക് തുരത്തി. എന്നാൽ മാസങ്ങളായി ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടുപോത്തുകൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. കുളത്തൂപ്പുഴ ടൗണിൽ നിന്നും ഏകദേശം 200 മീറ്റർ മാത്രം ദൂരമാണ് 16 ഏക്കർ എന്ന സ്ഥലം. അംഗൻവാടി, കൃഷി ഓഫീസ്, മൃഗാശുപത്രി, വിപണി, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. 100ഓളം വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി കാട്ടുപോത്തിൻ്റെയും ആനയുടെയും ശല്യം ഈ പ്രദേശത്ത് രൂക്ഷമാണ്. 2 ആഴ്ചകൾക്ക് മുന്നെയാണ് ബഷീർ എന്ന ഒരു വയോധികനെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. 1 വർഷങ്ങൾക്ക് മുന്നേ 24 വയസ്സുകാരൻ നിതിൻ എന്ന ചെറുപ്പക്കാരൻ, പ്രദേശത്തുള്ള നിതിൻ എന്ന ചെറുപ്പക്കാരനെ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇവിടെ രാത്രികാലങ്ങളിലെല്ലാം ഈ റോഡിലെല്ലാം കാട്ടുപോത്തിൻ്റെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും കാട്ടുപോത്ത് വന്നു. RRT സംഘത്തെ വിളിച്ചവർ ഓടിച്ച് വീണ്ടും അകത്തേക്ക് വിട്ടു. ഇന്ന് അതേ കൂട്ടം കാട്ടുപോത്ത്, ഞാൻ വാഹനം പാർക്ക് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്ന് വാഹനം പാർക്ക് ചെയ്തപ്പോൾ എൻ്റെ മതിലിനോട് ചേർന്ന് ഒരു കൂട്ടം കാട്ടുപോത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റ്, ഈ മതിലുണ്ട്, മതിൽ ചാടിക്കടന്ന് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ഇത് ചാടാൻ വേണ്ടി നിന്നതാണ്. ഗേറ്റ് തുറന്ന് കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി വന്നത് കണ്ടതുകൊണ്ട് ഇതവിടെ സ്റ്റക്കായി നിന്നു. അപ്പോൾ ഞാൻ ഇറങ്ങി ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഓടിച്ച് വിടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് വളരെ ഭീതിയിലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വനംവകുപ്പിനെ ഈ കാര്യങ്ങൾ അറിയിച്ചു. ഫെൻസിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഉൾക്കാട്ടിൽ, അതായത് ഇതിനകത്ത് ഒരുപാട് മൃഗങ്ങളാണ്. ആന, കാട്ടുപോത്ത് ഉൾപ്പെടെ നിരവധി മൃഗങ്ങളുണ്ട്. ഇതിനെ ഉൾക്കാട്ടിലേക്ക് ഓടിച്ചുവിടാനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അതുവരെ ഞങ്ങൾ വലിയ ഭീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. നാട്ടിലിറങ്ങിയ കാട്ടുപോത്ത് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ കാട്ടിലേക്ക് തുരത്തുന്നതിനായി പ്രത്യേക ഡ്രൈവ് നടത്തുമെന്നും പിന്നീട് വേഗത്തിൽ സോളാർ വേലികൾ സ്ഥാപിക്കുമെന്നായിരുന്നു വനംവകുപ്പ് അന്ന് നൽകിയ ഉറപ്പ്. ഈ മാസം 9-നുള്ളിൽ പൂർത്തീകരിക്കുമെന്നും നാട്ടുകാർക്ക് വനംവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഉറപ്പ് പാലിച്ചില്ലെന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ കൂടുതൽ കാട്ടുപോത്തുകൾ ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. ബഷീർ മരിച്ചപ്പോൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ച ഇടതുപക്ഷവും സമരത്തെ പുച്ഛിച്ചു തള്ളിയ ഭരണപക്ഷവും ഇപ്പോൾ മൗനത്തിലാണ്. ഇതോടെ നാട്ടുകാർ തന്നെ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. ഓരോ വീടിനും ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ശരിയായ കൈകളിലെത്തുമ്പോൾ എന്നെ നിർമ്മിച്ചത് SR ബിൽഡേഴ്സ്. SR ബിൽഡേഴ്സ് വിശ്വാസത്തോടെ നിർമ്മിക്കാം. ട്രസ്റ്റ്, ക്വാളിറ്റി, കമ്മിറ്റ്മെന്റ്. SR ബിൽഡേഴ്സ്. Contact number 808-915-5055, 984-751-2906.